ബോളിവുഡിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുകയും എന്നാൽ OTT-യിൽ എത്തിയപ്പോൾ കടുത്ത ട്രോളുകൾക്കും ഇരയാവുകയാണ് ഹൊറർ കോമഡി ചിത്രമായ ബുൽബുലൈയ 3. കാർത്തിക് ആര്യൻ, വിദ്യ ബാലൻ, മാധുരി ദീക്ഷിത്, തൃപ്തി ദിമ്രി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ഒരു ചിത്രം 2024-ലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ബോളിവുഡ് ചിത്രം കൂടിയാണ്. നവംബർ 1-ന് തിയേറ്ററിൽ എത്തിയ സിനിമ ഡിസംബർ 27 മുതലാണ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത്. എന്നാൽ 400 കോടിക്ക് മുകളിൽ ആഗോള കളക്ഷൻ നേടിയ സിനിമയ്ക്ക് OTT റിലീസിന് ശേഷം കടുത്ത വിമർശനങ്ങളാണ് ലഭിക്കുന്നത്. ബുൽബുലൈയ 3 ഒരു ദുരന്ത ചിത്രമാണ് എന്നാണ് മിക്ക പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ ഇത്രയധികം കോടി കളക്ഷൻ നേടിയത് എന്നാണ് സിനിമ OTT-യിൽ കണ്ടവർ ചോദിക്കുന്നത്. സിനിമയിലെ തമാശകളും പേടിപ്പെടുത്തുന്ന സീനുകളും ഒരു തരത്തിലും വർക്കായില്ലെന്നും ക്രിഞ്ചായാണ് സിനിമ അനുഭവപ്പെട്ടതെന്നും ബുൽബുലൈയ എന്ന സിനിമയുടെ പേര് തന്നെ ഈ ഒരു ചിത്രം നശിപ്പിച്ചു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് എക്സിൽ ഒരു പ്രേക്ഷകൻ കുറിച്ചത്. അതേസമയം രണ്ടാം ഭാഗത്തേക്കാൾ മൂന്നാം ഭാഗം ഭേദമാണ് എന്നും അഭിപ്രായങ്ങളുണ്ട്. രണ്ടാം ഭാഗം ഒരുക്കിയ അനീസ് ബാസ്മി തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിൽ സഞ്ജയ് മിശ്ര, രാജ്പാൽ യാദവ്, അശ്വിനി കൽസേക്കർ, വിജയ് റാസ, രാജേഷ് ശർമ്മ എന്നിങ്ങനെയുള്ള വലിയ താരനിര തന്നെയാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ മഞ്ജുലിക എന്ന കഥാപാത്രത്തെയാണ് വിദ്യ ബാലൻ അവതരിപ്പിച്ചത്. മാധുരി ദീക്ഷിത്തും ചിത്രത്തിലുണ്ട്. മാധുരി അഞ്ജലിക എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. മഞ്ജുലിക എന്ന പ്രേതത്തിന്റെ പിന്നിലെ സത്യം കണ്ടെത്താൻ കൊൽക്കത്തയിലേക്ക് പോകുന്ന റൂഹ് ബാബയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ പ്രമേയം. 2022-ലാണ് സിനിമയുടെ രണ്ടാം ഭാഗം റിലീസ് ചെയ്തത്. 70 കോടി മുതൽ മുടക്കിൽ വന്ന സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 285.88 കോടിയായിരുന്നു നേടിയത്. 2007-ലായിരുന്നു ബുൽബുലൈയ ആദ്യ ഭാഗം റിലീസ് ചെയ്തത്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിൽ ഒന്നായ മണിച്ചിത്രത്താഴിന്റെ റീമേക്കാണ് ബുൽബുലൈയ. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ഫാസിലാണ് സംവിധാനം ചെയ്തത്. സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നിങ്ങനെ പല ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു. ചിത്രം ബുൽബുലൈയ എന്ന പേരിൽ പ്രിയദർശൻ ആയിരുന്നു ആദ്യം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തത്. അക്ഷയ് കുമാറും വിദ്യ ബാലനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം വൻ ഹിറ്റായിരുന്നു.